ഈ സെമിനാറിൻ്റെ മോഡറേറ്റർ ശ്രീ കെ സുനിൽകുമാർ, ഇവിടെ ആദരിക്കപ്പെട്ട ആദരണീയനും സഹോദര തുല്യനും സഹപ്രവർത്തകനുമായ രാജൻ പി രാജൻ സാർ, ഈ സെമിനാറിൽ പങ്കെടുക്കുന്ന മുൻ MLA, മുസ്ലിം ലീഗിൻ്റെ ദേശീയ സെക്രട്ടറി അഹമ്മദ് കബീർ, ഈ യോഗത്തിൽ നേരത്തെ നടന്ന യോഗത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചുകൊണ്ട് ഇപ്പോഴും ഇവിടെ സന്നിഹിതനായിരിക്കുന്ന ഫാദർ ഡാർലി ഇടപ്പം നാട്ടിൽ സുഹൃത്തുക്കൾ, ഒരു 2:30 മുതലെങ്കിലും നിങ്ങൾ പ്രസംഗങ്ങൾ മഴ പോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് ദീർഘമായ ഒരു പ്രഭാഷണത്തിലൊന്നും ഞാൻ മുതിരുന്നില്ല. രാജൻ ചേട്ടനോടുള്ളൊരു സ്നേഹ ബഹുമാനം കൊണ്ടാണ് ചില സാങ്കേതികമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ഞാൻ ഈ യോഗത്തിലെത്തിയത്. മാത്രമല്ല, അദ്ദേഹത്തെ ആദരിക്കുമ്പോൾ ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് സാമൂഹിക നീതിയെക്കുറിച്ചും ജനാധിപത്യത്തെ സംബന്ധിച്ച് ഒരു ആലോചന നമ്മൾ നടത്തുക എന്നതാണ്. കാരണം ഒരു പഞ്ചായത്ത് മെമ്പറാകാൻ പോലും സാധ്യതയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് 50 വർഷക്കാലം സാമൂഹിക സേവനത്തിൽ ഉറച്ചു നിൽക്കുക എന്നത് അത്ര ചെറിയ കാര്യമായി നമ്മൾ എടുക്കരുത്. ഒത്തിരി പൊതുപ്രവർത്തകരെ നമുക്കറിയാം, അവർക്കൊരു സാധ്യത എപ്പോഴും അവർ മുന്നിൽ കാണുന്നു. രാജൻ ചേട്ടൻ്റെ മുന്നിൽ ഔദ്യോഗിക SNDPയോട് വിട പറഞ്ഞ് പുറത്തു വരുമ്പോൾ ഒരു സാധ്യതയുമില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് സഹോദരൻ്റെ അനുയായി എന്ന നിലയിൽ ഗുരുവിൻ്റെ ഏറ്റവും ചൈതന്യവത്തായ ഒരു ധാരയുടെ പ്രതിനിധി എന്ന നിലയിൽ ഞാൻ പരാജയപ്പെടാൻ തയ്യാറല്ല എന്ന് ലോകത്തോട് തുറന്ന് പ്രഖ്യാപിച്ച ഒരു മനുഷ്യൻ എന്ന നിലയിലാണ് അദ്ദേഹത്തിന് ഇവിടെ ഈ ആദരവ് കിട്ടിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ആദരിക്കൽ ഒത്തിരി പേര് നമുക്കറിയാമല്ലോ, കേരളത്തിലും ഇന്ത്യയിലും ഒത്തിരി പേര് ആദരിക്കപ്പെടും. ഇതൊരു രാഷ്ട്രീയ സമ്മേളനമായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം അത്രയും ഉത്തമ ബോധ്യത്തോടെ നിന്ന ഔദ്യോഗികമായ MP സ്ഥാനമോ പ്രസിഡന്റ് സ്ഥാനമോ ഒന്നുമില്ലാത്ത രാജൻ ചേട്ടനെ ആദരിക്കാൻ സ്വന്തം നാട്ടിൽ ഇതുപോലെ ജനക്കൂട്ടം ഒത്തുചേരുക എന്ന് പറയുന്ന അദ്ദേഹത്തോട് കാണിക്കുന്ന ആദരവ് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ കാണുന്നു. അതുകൊണ്ട് തന്നെ സാമൂഹിക നീതിയെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചുമുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം പിന്തുടരാൻ ശ്രമിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ആശയ ലോകമാണത് രണ്ടും. അതിനെക്കുറിച്ച് 1-2 കാര്യങ്ങൾ മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്കൊരു 10-20 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു കൊള്ളാം. ഈ സാമൂഹിക നീതി എന്നത് കഴിഞ്ഞ ദിവസം ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി സംസാരിക്കുമ്പോഴും സാമൂഹിക നീതിയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി സംസാരിക്കുമ്പോഴും സാമൂഹിക നീതിയെക്കുറിച്ചാണ് പറയുക. ദേശീയ പ്രതിപക്ഷ നേതാവും സംസ്ഥാന പ്രതിപക്ഷ നേതാവും സാമൂഹ്യ നീതിയെക്കുറിച്ചാണ് പറയും. നമ്മളും സാമൂഹ്യ നീതിയെക്കുറിച്ചാണ് പറയുന്നത്. എല്ലാവരും ഒരുമിച്ച് പറയുന്നത് കാരണം ഇത് എന്താണെന്നുള്ളത് വളരെ വലിയൊരു സമസ്യയായിട്ട് നമ്മൾ മുന്നിൽ നിൽക്കുക. കാരണം എല്ലാവരും കൂടി സാമൂഹ്യ നീതി കൊടുക്കാൻ തയ്യാറായി ഇങ്ങനെ നിരന്നിക്കുമ്പോൾ ഇവരെന്താണ് നമുക്ക് തരുന്നത് എന്ന് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റാതെ വരുന്നുണ്ട്. ഇപ്പോൾ സാമൂഹ്യ നീതി എന്നതുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നത് വളരെ വ്യക്തമായും നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ മനസ്സിലാക്കണം. നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗം സൂചിപ്പിച്ചതുപോലെ സാമൂഹിക നീതിയെ സംവരണമായിട്ടാണ് ആൾക്കാർ മനസ്സിലാക്കുക. പൊതുവിൽ സംവരണം സാമൂഹ്യ നീതിയിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ്, സംശയമൊന്നും വേണ്ട. പക്ഷെ അത് മാത്രമാണോ സാമൂഹ്യ നീതി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഈ സാമൂഹ്യ നീതി ഇന്ത്യക്ക് മാത്രം ബാധകമായൊരു കാര്യമാണ്. ഇന്ത്യക്ക് വെളിയിലുള്ള ലോകത്തൊക്കെ നീതി പൂർണ്ണമായും നടപ്പിലായ സമൂഹങ്ങളാണ്. അവിടെ നീതിക്ക് വേണ്ടി, സാമൂഹ്യ നീതിക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടുണ്ടോ തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ നമുക്ക് അഭിസംബോധന ചെയ്യേണ്ടി വരും.
ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ആ ഭരണഘടനയ്ക്കെതിരെ നടന്ന ആദ്യത്തെ കേസ് സാമൂഹ്യനീതിയുമായി ബന്ധപ്പെട്ടതായിരുന്നു. അത് ചെന്നൈ കോടതിയിലാണ് ആദ്യ കേസുണ്ടാവുന്നത്. ആ കേസ് കൊടുത്ത ചെമ്പകരാമൻ എന്ന് പറയുന്ന ബ്രാഹ്മണ യുവാവ് കൊടുത്ത കേസിൽ പറയുന്നൊരു കാര്യം, ഈ സമൂഹത്തിലെ ചിലർക്കൊക്കെ കോട്ട നിശ്ചയിച്ച് സീറ്റുകൾ മാറ്റി വയ്ക്കുന്നത് കൊണ്ട് പൗരൻ എന്ന നിലയിൽ എൻ്റെ അവകാശം ഹനിക്കപ്പെടുന്നു. അതുകൊണ്ട് കോട്ട അടിയന്തരമായി നിർത്തണം, അത് ജനാധിപത്യത്തിനെതിരാണ് എന്നാണ് കോടതി പറഞ്ഞെന്താണെന്നറിയാമോ? ശരിയാന്ന് പറഞ്ഞു. അത് ശരിയാ. ആ പൗരൻ്റെ ജനാധിപത്യ അവകാശം നമ്മൾ നിഷേധിക്കുകയാണ് സംവരണത്തിലൂടെ. അത് പറ്റില്ല. നെഹ്റു എന്ന പ്രധാനമന്ത്രിയായിരുന്നു. നെഹ്റു പാർലമെൻറ്റിൽ പ്രത്യേക നിയമം പാസാക്കിയാണ് ആ കോടതി വിധിയെ മറികടന്നത്. ഞാൻ സൂചിപ്പിക്കാൻ കാര്യം, നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നൊരു കാര്യം, ഇത് ബ്രാഹ്മണരെയോ സവർണരെയോ കുറ്റം പറയുന്നതിൻ്റെ പ്രശ്നമല്ല. നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് സാമൂഹിക നീതി എന്ന് പറയുന്ന കാര്യം ജനാധിപത്യത്തിനും പൗരാവകാശത്തിനും പൗരൻ്റെ തുല്യതയ്ക്കും എതിരാണെന്നാണ് ഇന്ത്യ മുഴുവൻ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ളൊരു കാര്യം. എന്നാൽ അതങ്ങനെയല്ല എന്ന് നമുക്ക് ഉറച്ച ബോധ്യം വേണം. ആ ഉറപ്പാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഈ റിസർവേഷനെക്കുറിച്ച് പോലും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ റിസർവേഷൻ വാങ്ങുന്നവർ, കമ്മ്യൂണിറ്റി റിസർവേഷൻ്റെ ഗുണഭോക്താക്കൾ പോലും പറയുക, ഇതൊക്കെയാണെങ്കിലും എനിക്ക് സാമ്പത്തിക സംവരണത്തോടെ താല്പര്യം എന്ന് പറയുന്നത്. നോക്കണം. അപ്പോൾ ഇതെന്താണ് എന്ന് എന്താണെന്ന് ബോധ്യപ്പെടാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. ഇതൊക്കെയാണെങ്കിലും എനിക്ക് സാമ്പത്തിക സംവരണം എന്തോ പുരോഗമനപരവും സാമുദായിക സംവരണം എന്തോ അധോഗമനവുമാണെന്ന് നമ്മൾ കരുതിയിരിക്കുന്നു, അഥവാ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. ഇതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സാമൂഹിക നീതി എന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ സമൂഹത്തിലെ എല്ലാ ജാതിക്കും പ്രാതിനിധ്യം കൊടുത്താൽ പരിഹരിക്കാവുന്ന കാര്യമല്ല. അതുകൊണ്ട് മാത്രം അത് പരിഹരിക്കാൻ പറ്റില്ല. സാമൂഹിക നീതി ആവശ്യമായി വരുന്നത് ഒരു സമൂഹത്തിനകത്ത് നീതി സ്വാഭാവികമായും വിതരണം ചെയ്യപ്പെടാത്തത് കൊണ്ടാണ്. എല്ലാവർക്കും സ്വാഭാവികമായി നീതി കൊടുക്കാത്തത് കൊണ്ടാണ് അവിടെ നമുക്ക് നീതി നിയമപരമായി ഉറപ്പിക്കേണ്ടി വരുന്നത്. അതാണ് സാമൂഹ്യ നീതിയുടെ പ്രാധാന്യമെന്ന് പറയുന്നത്. നമ്മളുടെ സമൂഹത്തിൻ്റെ വലിയൊരു പ്രത്യേകത, എല്ലാവർക്കും നീതി കൊടുക്കണമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ എല്ലാ മനുഷ്യരും തുല്യരാണെന്ന് ഇന്ത്യക്കാർ കരുതുന്നില്ല. ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യമെന്ന് പറയുന്ന തത്വചിന്തയ്ക്കകത്ത് എല്ലാ മനുഷ്യരും തുല്യരാണെന്നൊരു വാക്യം നമുക്ക് കണ്ടെടുക്കാൻ പറ്റില്ല. അത് ഞാൻ ഈ വൈദിക പാണ്ഡിത്യമുള്ളവരെ അക്കാര്യത്തിൽ വെല്ലുവിളി ഉയർത്തും. ഒരു വാചകം കാണിച്ചു തന്നാൽ ലോകത്തെ മുഴുവൻ മനുഷ്യരും സത്താപരമായി ഓണ്ടോളജിക്കലി തുല്യരാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു വാചകം ഈ വീരപാരമ്പര്യത്തിൽ എവിടെയെങ്കിലും കാണിച്ചാൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. അങ്ങനൊരു വാക്യമില്ല. അപ്പം നമ്മൾ തുല്യരല്ല, അതുകൊണ്ട് തന്നെ നീതിയും തുല്യമായി വിതരണം ചെയ്യുന്നില്ല. ആദിവാസിക്ക് നീതി കൊടുക്കുന്നത് പോലെയല്ല മറ്റൊരു ജാതിക്ക് നീതി കൊടുക്കുന്നത്. ദളിതർക്ക് നീതി കൊടുക്കുന്നത് പോലെയല്ല പിന്നോക്കക്കാരന് കൊടുക്കുന്നത് പോലെയല്ല സവർണന് കൊടുക്കുന്നത്. ഇതൊന്നും നമ്മളുണ്ടാക്കിയതല്ല. ഈ സമൂഹത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന, ഈ സ്റ്റേജിലിരിക്കുന്നവരോ ഈ വേദിയിലിരിക്കുന്നവരോ ഉണ്ടാക്കിയത്. നമ്മുടെ സമൂഹം അങ്ങനെ കരുതുകയാണ്. നമ്മൾ തുല്യരല്ല, ചിലർ ജന്മനാ ശ്രേഷ്ഠരാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഒരു ബഹുമാനീയനായ പാർലമെൻറ്റ് മെമ്പർ പറയുന്നത്, എനിക്ക് അടുത്ത ജന്മത്തിൽ ഒരു ബ്രാഹ്മണനായി ജനിക്കണം എന്ന് തോന്നുന്നത് അതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ എൻ്റെ അച്ഛൻ പോരാ എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. അത്രയും മോശമായൊരു വാക്യം പറയാൻ ഒരു MPയെ പ്രേരിപ്പിക്കുന്ന വികാരം എന്തായിരിക്കും? എൻ്റെ അച്ഛനും അമ്മയും കൊള്ളിയാലെന്ന് അടുത്ത പ്രാവശ്യം എനിക്ക് ബ്രാഹ്മണൻ അച്ഛനായി വരണം എന്നൊരാൾക്ക് പറയാൻ കഴിയണമെങ്കിൽ എന്താണ് അയാളുടെ മനോലോകം? ശ്രേഷ്ഠ ജന്മം എന്നുള്ള ആ ബോധ്യമാണ്. അപ്പോൾ നമ്മളൊക്കെ അധമ ജന്മമായതുകൊണ്ട് നീതി സ്വാഭാവികമായും വിതരണം ചെയ്യുന്നില്ല. ആ നീതി സ്വാഭാവികമായും വിതരണം ചെയ്യപ്പെടാത്തത് കൊണ്ട് ആ
നീതി ഉറപ്പിക്കുന്നതാണ് യഥാർത്ഥ സാമൂഹിക നീതിയെ സംബന്ധിച്ച സങ്കല്പം. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെമ്പാടും ഈ സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള പല ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. മാർട്ടിൻ ലൂതർ കിങ് ഒക്കെ പറയുന്ന ഐ ഹാവ് എ ഡ്രീം, അതിലൊരു സോഷ്യൽ ജസ്റ്റിസിൻ്റെ അംശമുണ്ട്. അദ്ദേഹം പറയുന്നൊരു കാര്യം, വെള്ളക്കാരൻ്റെ മക്കളും കറുത്തവൻ്റെ മക്കളും ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുന്ന, റെസ്റ്റോറൻറ്റിൽ ഒരുമിച്ചിരിക്കുന്ന കാര്യമാണ് എൻ്റെ സ്വപ്നമെന്ന് ആ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. എന്തായിരിക്കും അദ്ദേഹം അങ്ങനെ കരുതുന്നത്? ഈ പറയുന്ന നെൽസൺ മണ്ടേല സ്വന്തമായൊരു ഗവൺമെൻറ് ഉണ്ടാക്കിയപ്പോൾ, ദക്ഷിണാഫ്രിക്കയിൽ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കിയപ്പോൾ വെള്ളക്കാരെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. വെള്ളക്കാർക്ക് തുല്യനീതി ഞാൻ കൊടുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വെള്ളക്കാർക്ക് അന്ന് വരെ അപ്പാർത്തീഡിൻ്റെ ഭാഗമായി ഭീകരമായി അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുടെ പ്രതിനിധി ലോകത്തോട് പറഞ്ഞത്, ഞാൻ ഗവൺമെൻറ് ഉണ്ടാക്കിയാൽ വെള്ളക്കാർക്ക് തുല്യ നീതി കൊടുക്കുമെന്നാണ്. അതാണ് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നൊരു കാര്യം. ഇപ്പോൾ സോഷ്യൽ ജസ്റ്റിസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നീതി സ്വാഭാവികമായും വിതരണം ചെയ്യാത്തത് കൊണ്ട് നമ്മൾ സമൂഹത്തിൽ മുന്നോട്ട് വന്ന പ്രധാനപ്പെട്ട ഒരു ആശയമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ജനാധിപത്യത്തിനെതിരാണ് എന്നതാണ് നമ്മൾ പൊതുവിൽ കരുതുന്നൊരു കാര്യം. കാരണം ജനാധിപത്യത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് വ്യക്തികളുടെ അവകാശത്തിൽ നിന്നാണ്. വ്യക്തികളാണ് ജനാധിപത്യത്തിൻ്റെ യൂണിറ്റ്. അപ്പോൾ വ്യക്തികളുടെ അവകാശത്തെ ഹനിക്കുന്ന ഒന്നാണ് വിഭാഗങ്ങളുടെ അവകാശം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം. പ്രത്യേകിച്ച് ഇവിടെ രാജൻ ചേട്ടനൊക്കെ നേതൃത്വം കൊടുത്ത് ഇവിടെ VP സിംഗ് ഗവൺമെൻറ് ഇവിടെ വരാനുണ്ടായ സാഹചര്യം നമുക്കറിയാം. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ്. ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഇന്ത്യയിലെമ്പാടും വളരെ വലിയ പ്രക്ഷോഭം, വിദ്യാർത്ഥി പ്രക്ഷോഭം നടന്നു. ഒരു സംഘടനയുടെ നേതൃത്വം ഇല്ലാതെയാണ്, ഒരു സംഘടനയുടെ നേതൃത്വം ഇല്ലാതെ വിദ്യാർത്ഥികൾ സ്വാഭാവികമായി വരികയാണെന്ന് പത്രങ്ങൾ മുഴുവൻ എഴുതി. എയിംസിൻ്റെ മുറ്റത്ത് പന്തൽ കെട്ടിയാണ് സമ്മേളനം നടന്നത്. എയിംസ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്ന എയിംസ് എന്ന സ്ഥാപനത്തിൻ്റെ പരിസരത്ത് പോലും സമരം ചെയ്യാൻ പാടില്ല എന്ന് നിയമമുണ്ടായിരിക്കെ എയിംസിൻ്റെ അകത്ത്, ഗ്രൗണ്ടിനകത്ത് പന്തൽ കെട്ടി ദിവസങ്ങളോളം സമരം ചെയ്യുന്നുണ്ട് വിദ്യാർത്ഥികൾ. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കരുതെന്ന് ആവശ്യപ്പെട്ടു. എന്താണ് ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട്? അന്നേരമാണ് ഈ ചർച്ച, സാമൂഹ്യ നീതിയെ സംബന്ധിച്ച ചർച്ച ഉയർന്നത്. അപ്പോൾ ഈ ചർച്ചയിൽ ഇന്ത്യക്കകത്ത് ഉയർന്നു വന്ന ചർച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രധാന സംഗതിയാണ് ഡോക്ടർ അംബേദ്കറുടെയും മഹാത്മാഗാന്ധിയുടെയൊക്കെ ആശയങ്ങൾ, സാമൂഹ്യ നീതി എങ്ങനെ കൊടുക്കാൻ കഴിയുമെന്നതിനെ സംബന്ധിച്ചിട്ട്. അതിൻ്റെ വിവാദത്തിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. പക്ഷേ സാമൂഹ്യ നീതി വളരെ പ്രധാനമാണ് എന്ന ഒരു സങ്കല്പം ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ ശക്തമായി വരുന്നുണ്ട്. അപ്പോൾ ഈ സാമൂഹിക നീതി എന്നത് ഈ പ്രാതിനിധ്യത്തിൻ്റെ പ്രശ്നം മാത്രമായി നമ്മൾ ചുരുക്കി കാണേണ്ടതില്ല. എണ്ണത്തിൻ്റെ കാര്യമായിട്ട് മാത്രമല്ല, ഗുണത്തിൻ്റെ കാര്യമായിട്ട് കൂടി നമ്മൾ എടുക്കേണ്ടതുണ്ട്. ഗുണത്തിൻ്റെ കാര്യമായിട്ട് ഇതിൻ്റെ ഈ സാമൂഹ്യ നീതിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പലപ്പോഴും പരിഗണിക്കപ്പെടാതെ പോകുന്നൊരു കാര്യമാണ് ഗുണത്തിൻ്റെ കാര്യം. ഒരു ഓഫീസിൽ നമ്മുടെ എല്ലാ വിഭാഗങ്ങളിലും പെട്ട ഓഫീസർമാരും ക്ലർക്കുമാരും ഒക്കെ ആ ഓഫീസിലൊരു സാന്നിധ്യമാണെങ്കിൽ ആ ഓഫീസിൻ്റെ ക്വാളിറ്റിയിലുണ്ടാകുന്ന മാറ്റം, അതിൻ്റെ ഗുണത്തിലുണ്ടാകുന്ന മാറ്റം ഒരിക്കൽ പോലും പരിശോധിക്കപ്പെടാറില്ല. അതൊരു അന്ധവിശ്വാസം പോലെയാണ് നമ്മൾ കരുതുന്നത്. കീഴ്ത്തട്ടിൽ നിന്നുള്ളവരാണെങ്കിൽ, ദളിതരാണെങ്കിൽ, ആദിവാസികളാണ്, പിന്നോക്കക്കാരാണെങ്കിൽ അവർ ആ ഓഫീസ് ശരിയായ രീതിയിൽ നടത്തിക്കൊണ്ടു പോകാൻ പ്രാപ്തിയില്ലാത്തവരാണെന്നുള്ളൊരു അന്ധവിശ്വാസമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയിൽ ഇന്ന് വരെ ഒരു പിന്നോക്കക്കാരൻ സുപ്രീം കോടതി ജഡ്ജിയായിട്ടില്ല. ഇന്ത്യയിൽ ഇന്ന് വരെ ഒരു പിന്നോക്കക്കാരൻ പ്രധാനമന്ത്രിയായിട്ടില്ല, ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടില്ല. ഒരു ക്യാബിനറ്റ് പദവി ആ നിലക്ക് പിന്നോക്കക്കാർ വർഷങ്ങളോളം കൈവശം വെച്ചിട്ടില്ല.
ഇന്ത്യ പിന്നെ എങ്ങനെയാണ് ഇതുപോലെ ആയിപ്പോയത്? ഇവർക്ക് എന്ത് ഉത്തരവാദിത്തമുള്ളത്? ഇവർ ഭരിച്ചാണോ ഇന്ത്യയുടെ അവസ്ഥ ഇങ്ങനെ ആക്കി മാറ്റിയത്? എന്ത് തെളിവിൻ്റെ അടി? ഒരു തെളിവില്ല. അങ്ങ് പറയുക അവർ. അത് ഈ ശ്രേഷ്ഠ അധമ ജന്മസങ്കല്പത്തിലാണ് നമ്മൾ എന്തേരം കഴിവ് തെളിയിച്ചാലും പിന്നോക്കക്കാരും ദളിതരും ഒക്കെ കഴിവില്ലാത്തവരാണെന്നുള്ളൊരു സങ്കല്പത്തിലേക്ക് വരും. രണ്ടാമത്തെ ഒരു സംഗതി, ഈ സാമൂഹിക നീതി സങ്കല്പം അത് മനുഷ്യൻ്റെ അന്തസ്സാർന്ന ജീവിതത്തിനും, അന്തസ്സാണ് പ്രധാനം, അന്തസ്സാർന്ന ജീവിതമാണ്. 21-ാം വകുപ്പിൽ പറയും ജീവിക്കാനുള്ള അവകാശം എന്ന് പറയാൻ എന്താ? അന്തസ്സായി ജീവിക്കാനുള്ള അവകാശം. അന്തസ്സായി ജീവിക്കാനുള്ള എല്ലാ പൗരന്മാർക്കും അന്തസ്സായി ജീവിക്കാനുള്ള ഭൗതിക സാഹചര്യം ഒരുക്കാൻ ഗവൺമെൻറ് ബാധ്യസ്ഥമാണ്. ഒരു ജനാധിപത്യ ഗവൺമെൻറ് ബാധ്യസ്ഥമാണ്. അതിൻ്റെ എല്ലാ ഘടകങ്ങളും എല്ലാവർക്കും കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിനാണ് നമ്മൾ സാമൂഹ്യ നീതി. അപ്പോൾ ഭൂമി വരാം, നഗരസ്വത്ത് വരാം, വിദ്യാഭ്യാസം വരാം, ജോലി വരാം, അങ്ങനെ ഈ പഞ്ചായത്ത് മുതൽ പാർലമെൻറ്റ് വരെയുള്ള അംഗത്വം വരാം. ഇങ്ങനെ തുടങ്ങിയ അധികാരത്തിൻ്റെ സമസ്ത മേഖലയിലും ഈ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പു വരേണ്ടതുണ്ട്. അത് വെറുതെ നിയമം വളരെ സ്വാഭാവികമായി നമ്മുടെ സമൂഹത്തിൽ അത് സംഭവിക്കേണ്ടതുണ്ട്. ഈ അസ്വാഭാവികമായിട്ടൊന്നുമില്ലെന്നേ. കേരളത്തിൽ ഈ കോൺസ്റ്റിറ്റ്യുവൻസിയെക്കുറിച്ചൊക്കെ ഉള്ളത് മുഴുവൻ കെട്ടുകഥകളാണ്, വെറുതെ പറയുന്നതാണ്. ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ, ആ നിയമസഭാ മണ്ഡലത്തിൽ ഇന്ന ജാതിക്കാണ് വോട്ട് കൂടുതൽ. 10% പോലും ശരിയല്ല, 90% ശുദ്ധം നുണയാണ്, തട്ടിപ്പാണ്. ഇത് ഒരു വലിയ വിഭാഗത്തെ പുറത്തു നിർത്താൻ വേണ്ടി ഇവർ പറഞ്ഞു വരുത്തുന്ന കഥകളാണ്. അല്ലാതെ ഇതിനൊന്നും വസ്തുതാപരമായ അടിസ്ഥാനമൊന്നുമില്ല. അപ്പം ഇവിടെ ഈ സാമൂഹിക നീതി സങ്കല്പം ജനാധിപത്യവുമായി എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നതാണ് നമ്മൾ. ജനാധിപത്യത്തിനെതിരല്ല. ജനാധിപത്യം എന്നത് പുഷ്കലമാകണമെങ്കിൽ അതിൻ്റെ അന്തസത്ത ആയിരിക്കേണ്ടത് സാമൂഹിക നീതി എന്ന സങ്കല്പമാണ്. സാമൂഹിക നീതിയില്ലാതെ നമുക്ക് ജനാധിപത്യത്തെ പൂർത്തീകരിക്കാൻ കഴിയില്ല. ഈ സാമൂഹിക നീതി എന്നത് പേഴ്സോണിഫൈ ചെയ്താൽ അത് സാഹോദര്യ ബോധമാണ്, ഫ്രട്ടേണിറ്റിയാണ്. അപ്പോൾ ജനാധിപത്യത്തിൽ ഫ്രട്ടേണിറ്റി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയലോകമാണ്. സമത്വവും സ്വാതന്ത്ര്യവും ഫലപ്രദമാകണമെങ്കിൽ ബി ഫ്രട്ടേണായിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ത്യയിലെ മുഴുവൻ കീഴ്ത്തട്ടിൽ നിന്നും പിന്നോക്കക്കാർ, ദളിതർ, ആദിവാസികൾ തുടങ്ങിയ വിഭാഗങ്ങളിൽ നിന്ന് ഉയർന്ന മുഴുവൻ മഹാത്മാക്കളും സാഹോദര്യത്തെക്കുറിച്ചാണ് പറയുന്നത്, സമത്വത്തെക്കുറിച്ചല്ല എന്ന് നമ്മൾ അറിയണം. എന്തുകൊണ്ടായിരിക്കും അവർ സാഹോദര്യത്തെക്കുറിച്ച് പറഞ്ഞത്? ശ്രീനാരായണ ഗുരു, സഹോദരൻ അയ്യപ്പൻ, ഡോക്ടർ BR അംബേദ്കർ, EV രാമസ്വാമി നായ്ക്കർ, ഇങ്ങനെ തുടങ്ങി നൂറുകണക്കിന് പേരെനിക്ക് പറയാൻ പറ്റും. അവരെല്ലാവരും ഫ്രട്ടേണിറ്റിയെക്കുറിച്ചാണ് പറഞ്ഞത്. അവരൊരിക്കലും സമത്വ അയ്യപ്പനല്ല, സഹോദരൻ അയ്യപ്പനാണ് നമുക്കുള്ളത്. ഗുരു തന്നെ നമ്മളോട് പറഞ്ഞത് സോദരത്വേന വാഴണമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം നമുക്കിടയിൽ റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുന്നത് സാഹോദര്യമാണ്. ഈ സാഹോദര്യം വീണ്ടെടുക്കണം. അതിലൂടെ മാത്രമേ ജനാധിപത്യത്തെ ഉറപ്പിക്കാൻ പറ്റൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ സാഹോദര്യം വീണ്ടെടുക്കണമെങ്കിൽ സാമൂഹിക നീതി എന്ന സങ്കല്പത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കി അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇതിന് നമ്മുടെ ബുദ്ധിജീവികൾ പരിപൂർണമായും എതിരാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി. ഇത് ഞാൻ വെറുതെ കാടടച്ച് വെടിവെക്കുകയല്ല. ഇന്ത്യയിലെ വലിയ വിശാല ചരിത്രം വിട്ടേക്കുക. അത് ഇതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 1850 ശേഷം കേരളത്തിന് സവിശേഷമായൊരു ചരിത്രമുണ്ട്. 1850 ശേഷമാണ് കേരളത്തിലെ പരമ്പരാഗതമായ ജാതിഘടനയും മതഘടനയും വിശ്വാസഘടനയും ഉൽപാദന സമ്പ്രദായങ്ങളും ഒക്കെ മാറി മറിഞ്ഞത് 1850 ശേഷമാണ്. കേരളത്തിലൊരു നല്ല റോഡുണ്ടായത് പോലും, തിരുവിതാംകൂറിൽ നല്ല റോഡുണ്ടായതുപോലും 1850 ശേഷമാണ്. മലബാറിൽ റോഡുണ്ടായത് ടിപ്പു വന്നതിന് ശേഷമാണ്. അങ്ങനെ റോഡുണ്ടായതും ഗതാഗത സൗകര്യങ്ങളുണ്ടായും മനുഷ്യൻ സഞ്ചരിക്കാൻ തുടങ്ങിയതും നല്ല വസ്ത്രം ധരിക്കാൻ തുടങ്ങിയതും എല്ലാവരും വസ്ത്രം ധരിക്കാൻ തുടങ്ങിയതൊക്കെ
1850 ശേഷമാണ്. ആ കാലഘട്ടത്തിൽ മഹാത്മാക്കളെ നിരവധി മഹാത്മാക്കളെ പ്രസവിച്ച ഒരു നാടാണ് മലയാളികളുടെ നാടെന്ന് പറയും. നിരവധി ശ്രീനാരായണ ഗുരു, അയ്യൻകാളി, പണ്ഡിറ്റ് കറുപ്പൻ, സഹോദരൻ, ഇപ്പോഴത്തെ 100 കണക്കിന് പേര് നമുക്ക് പറയാൻ പറ്റും. ഇവർ ഈ 1850 ശേഷം സൊസൈറ്റിയിൽ ഒരു മാറ്റമുണ്ടായപ്പോൾ ഇവരെല്ലാവരും കൂടി ഇടപെട്ടുകൊണ്ട് വലിയൊരു സോഷ്യൽ അവയർനെസ് രൂപം കൊണ്ടു. സാമൂഹിക അവബോധത്തിൽ വലിയ പരിവർത്തനമാണ് വരുത്തിയത്. ശ്രീനാരായണ ഗുരു ഒക്കെ ചെയ്ത് വലിയ പരിവർത്തനമാണ് വരുത്തിയത്. ആ പരിവർത്തനത്തെ പരിപൂർണമായും നിഷേധിക്കുന്ന ഒരു സ്കൂൾ ഘടനയിലേക്കാണ് മലയാളി പ്രവേശിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ശ്രീനാരായണ ഗുരുവോ പണ്ഡിറ്റ് കറുപ്പനോ അയ്യൻകാളിയോ സഹോദരൻ അയ്യപ്പനോ നമ്മുടെ പാഠപുസ്തകത്തിൽ എന്തുകൊണ്ടാണ് സ്ഥാനം പിടിക്കാതെ പോയത്? എന്തുകൊണ്ടാണ് സ്ഥാനം പിടിക്കാതെ പോയത്? ഈ പാഠപുസ്തക കമ്മിറ്റിയുടെ ജോലി എന്താണ്? പരശുരാമനുണ്ടല്ലോ അതിനകത്ത്, ശ്രീരാമനും ലക്ഷ്മണനും സീതയും ഉണ്ടല്ലോ അതിനകത്ത്. എന്തുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു ഇല്ലാത്തത്? മലയാളിയെ മനുഷ്യനാക്കിയ ശ്രീനാരായണ ഗുരു നമ്മുടെ പാഠപുസ്തകങ്ങൾ പുറത്തു നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പം ശ്രീനാരായണ ഗുരു മാത്രമല്ല, ആ ധാരയിൽപ്പെട്ട മുഴുവൻ മനുഷ്യരെയും പുറത്തു നിർത്തിക്കൊണ്ടാണ് ഈ സവർണ ഒളിഗാർക്കി എന്ന് ഡോക്ടർ BR അംബേദ്കർ 30കളുടെ തുടക്കത്തിൽ വിളിച്ച ന്യൂനപക്ഷ സർവാധിപത്യം ഇവിടെ അങ്ങ് അരങ്ങ് വാഴുന്നത്. ഞങ്ങളാണ് ഇവിടുത്തെ വലിയ പുള്ളികളെന്നും ഞങ്ങൾക്ക് വലിയ പാരമ്പര്യമാണെന്നും പിന്നോക്കക്കാരും ദളിതരും ഒരു ചരിത്രവും ഇല്ലാത്ത പാരമ്പര്യം ഇല്ലാത്തവരാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് വളരെ ബോധപൂർവം നമ്മളുടെ വലിയ സമ്പന്നമായ മലയാളിയുടെ ഒരു ധാരയെ മറച്ചു വെച്ചുകൊണ്ട് അത് തിരിച്ചു പിടിക്കാതെ മലയാളിക്ക് ജനാധിപത്യം ഉണ്ടാക്കാൻ പറ്റില്ല. ബേസിക്കായിട്ട് ഡോക്ടർ ശ്രീനാരായണ ഗുരു അത് വളരെ വ്യക്തമായും 2 കാര്യങ്ങൾ പറയുന്നു. അതിലൊന്ന് പള്ളാത്തുരുത്തി സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ നമ്മളൊരു സമുദായമായിരിക്കണം. സമുദായം എന്നാൽ ജാതിയല്ല. സമുദായം എന്നത് നമ്മൾ ഭാവന ചെയ്തുണ്ടാക്കുന്നത്. ജാതി എന്ന് പറയുന്നത് നമുക്ക് തരുന്നതാണ്. നമുക്ക് അവർ ജാതി വ്യവസ്ഥ നമുക്ക് നൽകുന്നൊരു സ്ഥാനമാണ്. സമുദായം പക്ഷേ അതല്ല, അത് നമ്മൾ നിർമ്മിച്ചെടുക്കുന്നതാണ്. നമ്മളൊരു കമ്മ്യൂണിറ്റി ആണെന്നൊരു തോന്നലാണ്. ആ തോന്നൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നമ്മൾ ഇന്ത്യക്കാരാണെന്ന് പറയുന്ന പോലെ, നമ്മൾ മലയാളികളാണെന്ന് പറയുന്ന പോലെ തന്നെയാണ് സമുദായവും. സമുദായം എന്നത് ഈ രാഷ്ട്ര നിർമ്മാണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സഹോദരൻ അയ്യപ്പൻ അത് അടിവരയിട്ട് പറയുന്നുണ്ട്. ഞാനൊരിക്കലും വർഗീയമായ കാര്യമല്ല, സമുദായത്തിൻ്റെ കാര്യം വർഗീയമല്ല, അത് ആധുനിക രാഷ്ട്ര നിർമ്മാണത്തിലെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് പറയുന്നത്. അപ്പോൾ ഇതേതെങ്കിലും പ്രത്യേക ജാതിയുടേത് മാത്രമാകാതെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സമുദായമായി നമ്മൾ വികസിക്കണം. അത് നമ്മുടെ മനോഭാവത്തിൻ്റെ ഒരു കാര്യമാണ്. എല്ലാവരും കൂട്ടി സംഘടന ഉണ്ടാക്കണോ വേണ്ടയോ എന്നുള്ളതല്ല. എല്ലാവരും ആത്മസഹോദരങ്ങളാണ് നമുക്ക് തോന്നണമെന്നാണ് ഗുരു പറഞ്ഞതിൻ്റെ അർത്ഥം. 1925 അദ്ദേഹം CV കുഞ്ഞിരാമനുമായിട്ട് നടത്തുന്ന സംഭാഷണത്തിൽ ഗുരു പറയുന്നൊരു കാര്യമുണ്ട്. ഹിന്ദുമതമെന്നൊരു മതമേ ഇല്ലല്ലോ എന്നാണ്. ആയിരക്കണക്കിന് ദൈവങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ഒരു സമാഹാരം മാത്രമാണിത്. അതല്ലാതെ ഒരൊറ്റ ഹിന്ദുമതമെന്ന് പറയുന്നത് അങ്ങനെ ഒന്നുമില്ല എന്ന് ഗുരു തറപ്പിച്ച് പറഞ്ഞു. ഗുരുവിൻ്റെ ഇപ്പോഴത്തെ വ്യാഖ്യാനങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഗുരു പറഞ്ഞത് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വായിക്കുന്ന ഒരാൾക്കും ഇപ്പോഴത്തെ വ്യാഖ്യാനം കൂടി കേട്ട് കഴിഞ്ഞാൽ എന്താണ് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അറിയാൻ പറ്റാത്തത്. ആ നിലക്ക് ദുർവ്യാഖ്യാനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗുരുവിന് വളരെ കൃത്യമായ ഒരു സങ്കല്പം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയും അതിൻ്റെ ഏറ്റവും ശക്തനായ ഒരു വക്താവായി സഹോദരൻ അയ്യപ്പൻ ദൈക്ഷണികമായി അദ്ദേഹം കേരളത്തെ മുന്നോട്ട് നയിക്കുകയും ചെയ്തു. അതിൻ്റെ വീണ്ടെടുപ്പ് തന്നെയാണ് തീർച്ചയായും മലയാളിയുടെ മുന്നിലുള്ള പ്രോജ്വലമായൊരു വഴിയെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ജനാധിപത്യം എന്നത് വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, മറിച്ച് അത് വിഭാഗങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെയും അവകാശത്തിൻ്റെയും പ്രശ്നം കൂടിയാണ്. കാരണം വിഭാഗങ്ങൾക്ക് അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ഒരു സമൂഹത്തിനകത്ത് അത് നൽകുക എന്നത് വളരെ പ്രധാനമാണ്.
വ്യക്തികൾക്ക് അവകാശം കൊടുക്കുന്നത് പോലെ തന്നെയാണ് വിഭാഗങ്ങളുടെ അവകാശവും സംരക്ഷിച്ച് നിർത്തുക എന്ന്. ഇന്ത്യൻ ഭരണഘടന അതിന് തെളിവുമാണ്. ദളിതർക്ക് സംവരണം, പിന്നോക്കക്കാർക്ക് സംവരണം, ന്യൂനപക്ഷങ്ങൾക്ക് ന്യൂനപക്ഷാവകാശം, ആദിവാസികൾക്ക് സ്വയംഭരണം, സ്ത്രീകൾക്ക് പ്രത്യേക അവകാശം, കുട്ടികൾക്ക് പ്രത്യേക അവകാശം. ഈ പ്രത്യേക അവകാശമൊക്കെ എവിടെ നിന്നാണ് വന്നത്? സ്ത്രീകൾക്ക് പ്രത്യേക അവകാശം കൊടുത്തില്ല ഈ പുരുഷാധിപത്യ സമൂഹത്തിനകത്ത് സ്ത്രീകൾ ആക്രമിക്കപ്പെടും. ദളിതർക്ക് പ്രത്യേക അവകാശം കൊടുത്തില്ല, അവർ നിരന്തരമായി ആക്രമിക്കപ്പെടും. പിന്നോക്കക്കാർക്ക് സംവരണം എന്ന് പറഞ്ഞൊരു വ്യവസ്ഥ ഇല്ലെങ്കിൽ അവർക്ക് പ്രവേശനം കിട്ടില്ല. അവർക്ക് പ്രവേശനം കിട്ടാൻ വേണ്ടി അത് കൊടുക്കുന്നത്. ആദിവാസികൾക്ക് സ്വയംഭരണം കൊടുക്കണം, എങ്കിലേ അവരുടെ സമ്പത്തും സംസ്കാരവും അവർക്ക് സംരക്ഷിക്കാൻ പറ്റൂ. ഇങ്ങനെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ളൊരു കാഴ്ച ഇന്ത്യൻ ഭരണഘടനയും നമുക്ക് നൽകുന്നു. അതിൻ്റെ ദർശനങ്ങൾ ഗുരുവിലും ഡോക്ടർ BR അംബേദ്കറിലും EVRലും മഹാത്മാ അയ്യൻകാളിയിലുമൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. ആ ധാരയെ പരിപൂർണമായും മറച്ചു വെച്ചുകൊണ്ട് മറ്റൊരു വിജ്ഞാനമാണ് നമുക്ക് ഇവർ ഔദ്യോഗികമായി പകർന്നു തന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീനാരായണ ഗുരു ചരിത്രത്തെ അതിജീവിച്ചത് നൂറുകണക്കിന് വരുന്ന ശാഖകളിലൂടെയും ഈ നൂറുകണക്കിന് വരുന്ന ഗുരുവിൻ്റെ വിശ്വാസികളിലൂടെയും സാധാരണക്കാരായ മനുഷ്യർക്ക് ഗുരുവിലുള്ള വിശ്വാസത്തിലൂടെയാണ് അദ്ദേഹം അതിജീവിച്ചത്. ഒരു പാഠപുസ്തകത്തിലൂടെയുമല്ല. ഗുരുവിനെ വീണ്ടെടുത്തതും ഈ ഒരു നല്ല പുതിയ സമൂഹം വേണമെന്ന് ആഗ്രഹിച്ചവരാണ് ഗുരുവിനെ വീണ്ടെടുത്തത് ചരിത്രത്തിലേക്ക്. ഈ കേരളത്തിലെ എനിക്ക് തറപ്പിച്ച് പറയുന്നത് സവർണ വിരോധം കൊണ്ടൊന്നും പറയുന്നില്ല. കേരളത്തിലെ ആസ്ഥാന പണ്ഡിതന്മാരായ ഒരു സവർണനും അതിൽ യാതൊരു പങ്കുമില്ല എന്ന് തറപ്പിച്ച് പറയാൻ പറ്റും. മറിച്ച് ഏറ്റവും അവഗണിക്കപ്പെട്ട വിഭാഗങ്ങളിൽ നിന്നുള്ള ഇൻ്റലക്ച്വൽസാണ് ഗുരുവിനെയും അയ്യൻകാളിയെയും സഹോദരയ്യപ്പനെയൊക്കെ ചരിത്രത്തിലേക്ക് വീണ്ടെടുത്ത് കൊണ്ടുവന്നു. ഇതേ സമാനമായ ചരിത്രം അഖിലേന്ത്യ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ പറ്റും. ജ്യോതിബ ഫൂലെ അവരൊക്കെ പറഞ്ഞ കാര്യമൊന്നും ആർക്കും അറിയില്ല. അത് നമ്മുടെ പാഠപുസ്തകങ്ങളില്ല. ഡോക്ടർ BR അംബേദ്കർ പാഠപുസ്തകങ്ങളില്ല, EVR ഇല്ല, ഇവരാരും ഇല്ല. വേറെ ആരുടെയൊക്കെയോ കഥകളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം യഥാർത്ഥത്തിൽ നമ്മളെ നല്ല മനുഷ്യരും മെച്ചപ്പെട്ട മനുഷ്യരും മെച്ചപ്പെട്ട സമൂഹം ഉണ്ടാക്കാൻ നമ്മളെ ഉത്ബോധിപ്പിച്ച നേതാക്കൾ എല്ലാം ഇരുട്ടിൽ നിൽക്കുകയും അല്ലാത്തവർ മുഴുവൻ വെള്ളി വെളിച്ചത്തിൽ തിളങ്ങുകയും ചെയ്യുന്ന വിചിത്രമായൊരു സ്ഥിതിവിശേഷമാണുള്ളത്. ഇതിനെക്കൂടി അഭിസംബോധന ചെയ്യുന്ന ഒരു ജനാധിപത്യ പ്രസ്ഥാനം ഉണ്ടായി വന്നാൽ മാത്രമേ, അതായത് സാമൂഹിക നീതി ജനാധിപത്യത്തിനെതിരല്ലെന്നും നമ്മുടെ വിജ്ഞാനം അടിസ്ഥാനപരമായി നമ്മളെ തന്നെ അപകടപ്പെടുത്തുന്നതാണെന്നും ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ട വിജ്ഞാനം നമ്മളെ തന്നെ അപകടപ്പെടുത്തുന്നതാണെന്നും തിരിച്ചറിയുന്ന ഒരു ജനാധിപത്യ പ്രസ്ഥാനം ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന 85% വരുന്ന പിന്നോക്കക്കാരും ദളിതരും ആദിവാസികളും അടങ്ങുന്ന വിഭാഗത്തിന് അത്തരമൊരു ജനാധിപത്യപരമായൊരു ഉൾക്കാഴ്ച വീണ്ടെടുക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുമ്പോൾ മാത്രമേ ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാഷ്ട്രത്തെ, അതിൻ്റെ ഡൈവേഴ്സിറ്റിയെ നമുക്ക് സംരക്ഷിച്ച് നിർത്താൻ പറ്റൂ. ഇപ്പോൾ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇന്ത്യയിൽ ജനാധിപത്യം നിലനിൽക്കണോ വേണ്ടയോ എന്നുള്ളത് തന്നെയാണ്. ഈ വോട്ടട്ടിമറിയുടെ കഥകളൊക്കെ പുറത്തു വന്നത്. ഏറ്റവും അവസാനം ഈ വോട്ടാണ് ഞങ്ങളെ വീഴിക്കാൻ പോകുന്നതെങ്കിൽ വോട്ട് തന്നെ വേണ്ടെന്ന് ഞങ്ങളങ്ങനെ തീരുമാനിക്കുന്ന ലളിതമായി പറഞ്ഞാൽ അത്ര അർത്ഥമുള്ളൂ. നിങ്ങൾ ഈ 85% ഒക്കെ ജനാധിപത്യമാണെന്നൊക്കെ പറഞ്ഞ് കൂടി ഞങ്ങളെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുമെങ്കിൽ ആ വോട്ട് തന്നെ വേണ്ടെന്ന് ഞങ്ങളങ്ങ് തീരുമാനിക്കും. ഈ പറയുന്ന കാര്യം 1.5 കോടി വോട്ടർമാർ പുറത്തു പോകും. ബീഹാറിൽ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ ഭാഗതയെ തീരുമാനിക്കാൻ മുസ്ലിങ്ങൾ വേണ്ടെന്നാണ്. ഇതായി പറയുന്നത്. വളരെ വ്യക്തമാണ് ആ കാര്യം. അത് പറ്റില്ല എന്ന് പറയുന്നിടത്താണ് ജനാധിപത്യം വാഴുന്നത്. നമ്മൾ ഉറച്ചു തന്നെ പറയണം, ഉറപ്പിച്ച് തന്നെ പറയണം. അത് പറ്റില്ല. ഇന്ത്യയിൽ ജീവിക്കുന്ന മുഴുവൻ പൗരന്മാർക്കും ഇന്ത്യ എന്ന രാഷ്ട്രത്തിൻ്റെ ഭാഗതയും തീരുമാനിക്കാൻ, ജനാധിപത്യത്തിൻ്റെ ഭാഗതയും തീരുമാനിക്കാൻ അവകാശമുണ്ട് എന്നുറപ്പിച്ച് പറയുന്നതിലൂടെ മാത്രമേ നമുക്ക് ഈ ക്രൈസിസിനെ മറികടക്കാൻ പറ്റൂ. എൻ്റെ സാമൂഹിക നീതി ജനാധിപത്യത്തിനെതിരല്ല, മറിച്ച് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന മർമ്മപ്രധാനമായ ഇന്ത്യക്ക് അനിവാര്യമായ രാഷ്ട്രീയപ്രപഞ്ചമാണെന്നുള്ള ഉറച്ച ബോധ്യത്തിൽ അതാണ് ഗുരുവടക്കം ഉള്ള നമ്മുടെ നവോത്ഥാന നായകർ നമ്മളെ പഠിപ്പിച്ചത് എന്ന
ഉത്തമമായ തിരിച്ചറിവിൽ ആണ് നമ്മൾ ഒരു പൗരസമൂഹത്തെയും ഒരു സമൂഹത്തെയും ഒരു രാഷ്ട്രത്തെയും നമ്മൾ ഭാവന ചെയ്യേണ്ടത്. ആ നിലക്കുള്ള പ്രവർത്തനം തന്നെയാണ് ഇനി ഭാവിയിൽ ഉണ്ടായി വരേണ്ടത്. അത്തരമൊരു നീക്കം രാജൻ ചേട്ടനൊക്കെ വർഷങ്ങളായി പിന്തുടരുന്ന, ആഗ്രഹിക്കുന്ന, സ്വപ്നം കാണുന്ന ഒരു സമൂഹത്തിലേക്കുള്ള പ്രയാണമായി പരിവർത്തനപ്പെട്ടെന്ന് ആഗ്രഹിച്ചുകൊണ്ടും അസുലഭമായ ഈ സന്ദർഭത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ നിർത്തുന്നു.